ഇന്നത്തെ നമ്മൾ അൺബോക്സിംഗ് ആണ് ആപ്പിളിൻ്റെ സീരീസ് 7 വാച്ച്, ലേറ്റസ്റ്റ് ആപ്പിൾ വാച്ച്. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്, 45 mm സീരീസ് 7 സ്റ്റെയിൻലെസ് സ്റ്റീൽ സിൽവർ കളർ. നമുക്ക് ഈ ബോക്സ് ചെയ്താലും ഇപ്പോൾ തുറന്നു നോക്കാം. അപ്പോൾ ഈ തുറക്കുന്ന ഒരു ഗിഫ്റ്റ് ബോക്സ് തുറക്കുന്ന പോലെ തന്നെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ 2 ഐറ്റംസ് ഉള്ളത്, അതായത് ഒരു ബാൻഡ്, വാച്ച് ബാൻഡ്, പിന്നെ ആ വാച്ച് ഇറ്റ് സെൽഫ്. അപ്പോൾ നമുക്ക് ഇതാണ് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പാക്കേജിങ്. പിന്നെ ഇവിടെ എഴുതിയിട്ടുണ്ട് ക്ലിയർ ആയിട്ട്, സീരീസ് 7 സ്റ്റെയിൻലെസ് സ്റ്റീൽ 45 mm. അപ്പോൾ വാച്ചിൻ്റെ കളർ അനുസരിച്ചിട്ടായിരിക്കും മുന്നിലത്തെ കവർ. പിന്നെ ഇതാണ് ബാൻഡ്, ഞാൻ മെലനീസ് റൂപ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് കാണാം 45 mm. അപ്പോൾ ഇതൊരു മെറ്റൽ ബ്രേസ്ലെറ്റ് എന്ന് പറയാം, സ്റ്റീൽ ബ്രേസ്ലെറ്റ്. വാങ്ങുന്ന മുമ്പേ ഞാൻ ആദ്യം ആപ്പിൾ സ്റ്റോറിൽ പോയിട്ട് നോക്കി, നല്ല സുഖമുള്ളൊരു ബ്രേസ്ലെറ്റാണ്. അപ്പോൾ ഇതേതെല്ലാം നമുക്ക് പിന്നെ തുറക്കാം. നമുക്ക് ഫസ്റ്റ് ആപ്പിൾ വാച്ചിനെ തുറക്കാം. അപ്പോൾ ഇപ്രാവശ്യം കവറൊന്നുമില്ല, ഈ സ്റ്റിക്കർ തന്നെ. നമ്മൾ ഈ ആപ്പിൾ ഐഫോൺ തുറന്ന പോലെ, 13 Pro തുറന്ന പോലെ ഈ സ്റ്റിക്കേഴ്സ് സൈഡ്സിൽ നമ്മളിങ്ങനെ പറിച്ചാൽ മതി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബോക്സ്. ലെഫ്റ്റ് സൈഡ് എനിക്ക് വാച്ച് കാണുന്നുണ്ട്. നമുക്ക് ആദ്യം എൻ്റെ കാറ്റലോഗെല്ലാം തുറന്നു നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളൊരു എൻവലപ്പ് ഉണ്ട്, അത് തുറന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് ആയിരിക്കും. ഇത് അറബിയിലാണ് എഴുതിയിട്ടുള്ളത്, ഇൻസ്ട്രക്ഷൻസ്. പിന്നെ പോരാണ്ട് വേറൊന്നും കൂടിയുണ്ട്. ഇത് ഇംഗ്ലീഷിലായിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഇത് ഇംഗ്ലീഷ് മാനുവൽ. വാച്ച് എങ്ങനെ ഇടണ്ടേ, ബാൻഡ് എങ്ങനെ ഇടണ്ടേ, എങ്ങനെ ചാർജ് ചെയ്യണ്ടേ. പിന്നെ വേറെ നമ്മൾ വായിക്കാത്തൊരു മാനുവലും ഉണ്ട്. ഇനി നമുക്ക് ചാർജർ തന്നെ എടുത്തു നോക്കാം. ചാർജറാണ് ഇപ്രാവശ്യത്തെ ഒരു വലിയ ചേഞ്ച്. സീരീസ് 7 ചാർജർ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഫാസ്റ്റ് ചാർജിങ് ചാർജറാണ്. സാധാരണ ഇത് പ്യുവർ വൈറ്റ് ആണ്, പക്ഷേ ഇപ്രാവശ്യം നമ്മൾ തുറന്നു തന്നെ മനസ്സിലാവും ഇത് USB-C ആണ്. പിന്നെ അലൂമിനിയം ഫിനിഷിംഗ് ഉണ്ട് ഈ ചാർജറിന്. ഇത് USB-C ബക്കിൾ. പിന്നെ ഇതുണ്ടാ, ഇത് അലൂമിനിയമിൻ്റെ ഒരു ഫിനിഷിംഗ് ആണ് ഈ ചാർജർ. സാധാരണ ഇത് ഫുൾ വൈറ്റ് ആണ്, പ്ലാസ്റ്റിക് വൈറ്റ്, പക്ഷേ ഇപ്രാവശ്യം ബാക്ക് സൈഡ് അലൂമിനിയം. അപ്പോൾ ഇത് 33%, 33% ഫാസ്റ്റ് ചാർജിങ് ആണ് സീരീസ് 6 കാട്ടി. ചാർജറാണെങ്കിൽ മാഗ്നറ്റിക് ആണ്. ഇനി നമ്മൾക്ക് പ്രധാനമായ സാധനം തുറക്കാം, ആപ്പിൾ വാച്ച് തന്നെ. അപ്പോൾ ഇത് 45 mm ഇവിടെ പുറത്ത് എഴുതിയിട്ടുണ്ട്. സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. അപ്പോൾ ഈ പാക്കേജിങ് ഒരു പേപ്പർ കവർ പോലത്തെ ഒരു പാക്കേജിങ് ആണ്, ലെതർ കവറൊന്നുമല്ല. നല്ല സുഖമുണ്ട് എനിവേ. അപ്പോൾ ഇതിങ്ങനെ ഉന്തിയാൽ മതി. ഈ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എനിക്ക് ഇഷ്ടമായതെന്ന് പറഞ്ഞാൽ നല്ല തിളക്കമുണ്ട് വാച്ച്. ഇത് ശരിയായൊരു വാച്ച് പോലെ ഉണ്ടാവും. മറ്റേതിന് അലൂമിനിയം വാച്ച് എന്ന് പറയുമ്പോൾ ഒരു കുട്ടികളിട്ട ഒരു വാച്ച് പോലെ ഉണ്ടാവും, പക്ഷേ ഈ സ്റ്റെയിൻലെസ് സ്റ്റീലാകുമ്പോൾ കുറച്ചും കൂടി ഒരു എലഗൻസ് വരുന്നുണ്ട്. നല്ല ഫിനിഷ്, നല്ല ഗ്ലോസി ഫിനിഷ്, നല്ല ഷൈൻ ഉണ്ട്. ഇതാണ് എൻ്റെ ബാക്ക് സൈഡ്. അപ്പോൾ ഒരു സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ബട്ടണാണെന്നുള്ളത്. ആ നോബ് ഉണ്ട് തിരിക്കാൻ പറ്റിയ, പിന്നെ ഒരു ബട്ടണും ഉണ്ട്. പിന്നെ ഒരു സൈഡ് ഉള്ളി സ്പീക്കറാണ്, ഒരു സിംഗിൾ സ്പീക്കർ. മാഗ്നറ്റിക് ചാർജിങ് കണ്ട. അപ്പോൾ ഇത് മാഗ്നറ്റിക് ആണ്, നമ്മളെ മാഗ് സേഫ് പോലെ. അതിൻ്റെ മേലെ അങ്ങ് പറ്റി വെക്കും. അപ്പോൾ നമുക്കിനി നമ്മളെ മെനലീസ് റൂപ്പ് ഒന്ന് തുറന്നു നോക്കാം, അതെങ്ങനെയുണ്ടെന്ന് കാണാം. മുന്നിൽ തന്നെ മാനുവൽസിലുണ്ട്. ഇപ്പോൾ വാച്ച് എങ്ങനെ ഇടേണ്ടത്, ആ മെലനീസ് റൂപ്പിൻ്റെ ഫങ്ഷനാലിറ്റി,
അപ്പോൾ ഇതാണ് ബാൻഡ്. ഞാൻ ഗ്രാഫൈറ്റാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ബാൻഡ് പല കളറിലും വരുന്നുണ്ട്. ഗോൾഡ്, ഗ്രാഫൈറ്റ്, സിൽവർ. ഇത് ഗ്രാഫൈറ്റ് കളർ. അപ്പോൾ ഇത് ഇട്ട് നോക്കാം. ഇത് ഒരു സൈഡ് രണ്ടും സെയിം അല്ല. ഒരു സൈഡ് ഒരു ബട്ടൺ ഉണ്ട്. അപ്പോൾ ഒരു സൈഡിലൂടെ ഇടാൻ പറ്റും. അപ്പോൾ ഈ സാധനം കാണണ്ട, ഇതാണ് ഇതിനുള്ളിലോട്ട് ഇടേണ്ടത്. സ്ലൈഡിൽ നിന്ന് ഇട്ടാൽ മതി. അപ്പോൾ അത് അങ്ങനെ പുറത്തിറങ്ങാൻ പാടില്ല, അതിൻ്റെ ഉള്ളിൽ അങ്ങ് കുടുങ്ങി വെക്കണം, എന്നാലത് ഫിറ്റ് ആകുന്നുണ്ടാവും. ഇപ്പോൾ ഇളക്കാൻ നോക്കിക്കാൻ ഇളകൂല. അപ്പോൾ ഇത് കറക്റ്റായിട്ട് സെറ്റ് അതിൻ്റെ ഇതുണ്ട്. അതേപോലെ മെറ്റ് ചെയ്തു. നിങ്ങൾ സ്ലൈഡ് ചെയ്യുന്ന കുത്തി ഇട്ട് കഴിഞ്ഞാൽ ഒരു ഒച്ച വെക്കും, ക്ലിക്ക്. കണക്റ്റായി. ഇതിപ്പോൾ ഈ ബ്രേസ്ലെറ്റ് പുറത്തെടുക്കണമെങ്കിൽ അത് ബാക്ക് സൈഡ് ഒന്ന് അമർത്തേണ്ടി വരും. ഇതിപ്പോൾ കൈമിലേക്കൊന്ന് ഇട്ട് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ എൻ്റെ 16 സെൻറ്റിമീറ്റർ റിസ്റ്റാണ്. അപ്പോൾ ഒരു ഐഡിയ കിട്ടും ഇത് എങ്ങനെയാണ് എൻ്റെ കൈമിലുണ്ടാകുന്നത്. അപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും, ഒരു 16 സെൻറ്റിമീറ്റർ റിസ്റ്റിൻ്റെ മേലെ. എനിക്ക് തോന്നിയത് ഇത് ഓക്കെയാണ്, കാരണം നമ്പേഴ്സും ഡേറ്റയെല്ലാം കാര്യമായിട്ട് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇത് മാഗ്നറ്റിക് ആണ്, ഇപ്പോൾ കാണുന്ന പോലെ. ആ ഒരു കാന്തത്തിൻ്റെ മേലെയാണ് ഇത് ഒട്ടി വെക്കുന്നത്. പക്ഷേ വളരെ കംഫർട്ടബിൾ ഈ റിസ്റ്റ് ബാൻഡ്. കാരണം ഇതാണ് ഈ കാന്തം, ഇതാണ് അവിടെ ഒട്ടി വെക്കുന്നത്. പക്ഷേ നല്ല ഉറപ്പുണ്ട്, എന്ത് ചെയ്യുന്നാലും അതങ്ങനെ ലൂസാകുന്നില്ല. അപ്പോൾ ഇങ്ങനെയാണ് കൈമിലുണ്ടാവാൻ. ഇതാണ് 45 mm. നമുക്കിനി ഇത് കൈക്ക് നോക്കാം. ഒരു ബട്ടൺ ഉണ്ട് ബാക്ക് സൈഡ്, ഇത് പ്രസ് ചെയ്യുമ്പോൾ പുറത്തിറങ്ങാം. ആ പ്രസ് ചെയ്യുന്നതുകൊണ്ട് അത് സ്ലൈഡ് ചെയ്യണം. ബട്ടൺ കാണിച്ചു തരാം. ആ മേലെ നോക്കിക്കൊണ്ട ആ ഒരു ബട്ടൺ കണ്ട്, അപ്പോൾ അതങ്ങ് അമർത്തിയാൽ മതി. ശ്രദ്ധിച്ച് നോക്കിയൊക്കെ തന്നെ കാണാം. അപ്പോൾ ഇതന്നെ ഇന്നത്തെ ആപ്പിൾ വാച്ച് സീരീസ് 7 അൺബോക്സിങ്. ഇതാണ് ഫിനിഷ്. 45 mm സ്റ്റെയിൻലെസ് സ്റ്റീൽ സിൽവർ വിത്ത് ഗ്രാഫൈറ്റ് Milanese loop.